ഒരു വർക്ക് ചെയ്യാൻ വേണ്ടി എനിക്കൊന്നും കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. പക്ഷേ എന്നെ പലരും റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. പോകാത്ത സിനിമ സംഭവങ്ങളില്ല, പോകാത്ത കവിയരങ്ങളില്ല, പോകാത്ത പെർഫോമൻസ് ഇല്ല. ഓസ്കർ കിട്ടിയതിന് ശേഷം സീരിയസ്ലി മെനി പീപ്പിൾ റിജക്റ്റഡ് മീ. എനിക്ക് ഇന്ത്യയിൽ മാത്രം ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. എന്താ ചെയ്യുക, എങ്ങടെ പോവുക, നമ്മൾ നമ്മുടെ രാജ്യം വിട്ടു പോകണോ? ആ ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് അഡ്മിഷൻ കിട്ടിയില്ല, തോറ്റു. ആ തോൽവി തലക്കിട്ടൊരടി ആണ്. അങ്ങനെ കിട്ടിയൊരു അടിയാണ് എൻ്റെ ആദ്യത്തെ തോൽവി. യു ഹാവ് ടു മീറ്റ് ഇന്ദ്രൻസ്. കക്ഷി ആഹാരം കഴിക്കുന്നത് ലൈറ്റ് ബോയ്സിൻ്റെ കൂടെയാണ്, ആർട്ടിസ്റ്റിൻ്റെ കൂടെ ഇരുന്ന് അല്ലെങ്കിൽ വേറെ സ്ഥലത്തിരുന്നിട്ട് അല്ല ആഹാരം കഴിക്കുന്നത്. നമ്മൾ നിർബന്ധിച്ച് കൈക്ക് പിടിച്ച് കൊണ്ടുവന്ന പോലെ ഇല്ല സാർ ഞാനിവിടെ ഇരുന്നോളാം സാർ. ആ ഒരു ഹ്യൂമിലിറ്റി കാണുമ്പോൾ നമ്മളെന്തിനപ്പോൾ കിടന്ന് നാഷണൽ അവാർഡ് കിട്ടുമ്പോൾ കിടന്ന് തുള്ളുന്നത്. അന്ന് ഉത്സവപ്പറമ്പിൽ ഉമ്മ ഒരു 5 രൂപ തരും. അത് വാങ്ങിയിട്ട് ഞങ്ങൾ കരിപ്പെട്ടിയും ചുക്കും ഒക്കെ വാങ്ങി കച്ചവടം ചെയ്ത് ഇപ്പോൾ 10 രൂപ ആയിരിക്കും കിട്ടുന്നത്, അല്ലെങ്കിൽ 15 രൂപ ആയിരിക്കും കിട്ടുന്നത്. ഉമ്മയ്ക്ക് 5 രൂപയും കൊടുക്കും, നോക്കുകൂലി 5 പൈസയും കൊടുത്തിട്ട് ബാക്കി ഞങ്ങൾ വിധിച്ചെടുക്കും. പുള്ളി വന്ന് അടിക്കുകയാണോ, അടി പട്ടന്ന് അടി കിട്ടി. ഞാൻ ഞെട്ടിയാണെന്ന് പറഞ്ഞു, എടാ പൊട്ട കിടന്ന് ഉറങ്ങി പൈസ ആരും എടുക്കൊണ്ട് പോയി. എനിക്ക് നോബൽ പ്രൈസ് വാങ്ങണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അതിന് പകരം ഓസ്കർ ആയിപ്പോയി. ലോകത്തിലെ 5 ബെസ്റ്റ് വർക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. പക്ഷേ അവിടെ മീറ്റ് ചെയ്യുന്ന ഓരോ ആൾക്കാരും ഉണ്ടല്ലോ, ഐ വോണ്ട് വർക്ക് വിത്ത് യു, യു വാണ്ട് വർക്ക് വിത്ത് യു. ഇവിടെ തിരിച്ചു വരുന്നിട്ട് ഇവിടെ ഞാൻ ഓസ്കർ കിട്ടി വരുമ്പോൾ റസൂൽ വി ഡോണ്ട് നീഡ് യുവർ എക്സ്പെക്ടേഷൻസ്, യു ആർ ടു ഗുഡ് ഇൻ യുവർ ജോബ്. ആ വ്യത്യാസം ആലോചിച്ചു. ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് കൊണ്ടാണ് നമ്മുടെ ഓരോ വീടും നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 10 വർഷത്തെ വാറന്റിയാണ് നമ്മുടെ ഗ്യാരണ്ടി. ഇതുപോലൊരു വീടല്ലേ സർ ആഗ്രഹിക്കുന്നത്? ഇങ്ങനൊരു വീട് ആരാണ് ആഗ്രഹിക്കാത്തത്? ബേറ്റ് ഹോംസ് ഫോർ കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. ബൈറ്റ് ഹോംസ് ഫോർ പ്രസൻസ് സല്ലാപം പവർഡ് ബൈ ഹാർവിയോറ. ഹലോ, നമസ്കാരം. ബൈറ്റ് ഹോംസ് ഫോർ പ്രസൻസ് സല്ലാപത്തിലേക്ക് മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് സല്ലാപത്തിൽ എന്നോടൊപ്പം സല്ലപിക്കാനിരിക്കുന്നത് ഒരു പത്മശ്രീ ഡോക്ടറേറ്റ് റസൂൽ പൂക്കുറ്റി. റസൂലിക്ക, ഹലോ, നമസ്കാരം. സല്ലാപം നല്ല പേരാണല്ലോ. യെസ്, നല്ല പേര് അല്ലേ, സല്ലപിക്കാൻ നമുക്ക് ഇങ്ങനെ ഇരുന്നിട്ട്. വെൽക്കം ടു ദ ഷോ റസൂലിക്ക. റസൂലിക്കനെ പോലെ ഇങ്ങനത്തെ ഒരു ലെജൻഡ് വന്നിരിക്കുമ്പോൾ ഇപ്പഴത്തെ സൈഡിൽ ഇരിക്കുന്നത് അത് ആരായിക്കോട്ടെ ഭയങ്കര ത്രിൽഡ് ആയിരിക്കും, എക്സൈറ്റഡ് ആയിരിക്കും, സൂപ്പർ ഹാപ്പി ആയിരിക്കും. അത് ആരാണത്? കാരണം ഇങ്ങനത്തേക്ക് ഒരു ലെജൻഡിനെ നമുക്ക് ഇന്റർവ്യൂ ചെയ്യാൻ കിട്ടുക വളരെ വിരളമായിട്ട് നമുക്കൊക്കെ കിട്ടുന്ന ചാൻസ് ആണ്. യെസ്, യു ആർ റസൂലിക്ക. അതൊക്കെ ഇപ്പോഴും ഞാൻ ചോദിക്കട്ടെ, ഇപ്പോഴും റസൂലിക്ക ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഈ ഒരു സിംപ്ലിസിറ്റി, ഇത്രയും എന്താ പറയുക, എല്ലാവരും ഡ്രീം ചെയ്യുന്നതിൻ്റെ ഒക്കെ ലെവലിൽ പലതും ഗെയിൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു ചെറിയൊരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ തന്നെ. ഇത്രയും നേടിയൊരു മനുഷ്യൻ, പക്ഷെ ഇപ്പോഴും റസൂലിക്കയുടെ സംസാരം കേട്ടാൽ അറിയാം യു സ്റ്റിൽ ആ ഒരു സിംപ്ലിസിറ്റി, ആ പഴയ കൊല്ലംകാരൻ്റെ ആ ഒരു സിംപ്ലിസിറ്റി ഇപ്പോഴും അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. മാത്രമല്ല എല്ലാത്തിനും ആ കറക്റ്റ് വാല്യൂസും കൊടുക്കുന്നുണ്ട്. ആ പ്രോപ്പർ വാല്യൂസ് കൊടുത്തുകൊണ്ട് വിത്ത് ഡ്യൂ റെസ്പെക്ട് എല്ലാം. ഇത് എങ്ങനെയാ ലൈഫിൽ ഇത്രയും ഓരോ ചേഞ്ചസും ഇതൊക്കെ വരുമ്പോൾ നമ്മളൊക്കെ മനുഷ്യരില്ലേ, കുറച്ചൊക്കെ നമ്മളിലൊക്കെ മാറ്റങ്ങൾ വരില്ലേ? മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടാവും, ഉണ്ടായിട്ടുണ്ടാവും ഓവർ ദ ഇയേഴ്സ്. പക്ഷെ ഞാൻ പറയുന്നത് എനിക്ക് എൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് തല കുനിച്ചല്ലേ പോകേണ്ടത് അല്ലേ. ഒരുപാട് ബ്ലെസ്സിങ്സ് ഉള്ളതുകൊണ്ടാണല്ലോ നമ്മൾ ഇവിടേക്ക് എത്തിയത്. അപ്പോൾ അതിനൊന്നും മറക്കാൻ നമുക്ക് നാട്ടിൽ ചൊല്ലുണ്ട്, തല മറന്ന് എണ്ണ തേക്കരുത്. അതെ, അതേ ഉള്ളൂ. പക്ഷെ അത് ആ ഒരു തിരിച്ചറിവുണ്ടല്ലോ, അത് എല്ലാവർക്കും എപ്പോഴും ഉണ്ടാവണമെന്നില്ല. അതെന്താ കടന്നു വന്ന വഴികളാണ് അതിന് കാരണം. ഞാൻ ജനിച്ചു വളർന്ന സാഹചര്യം, ഞാൻ ജനിച്ച ഗ്രാമം, അവിടുത്തെ ആളുകൾ, അവിടുത്തെ സംസ്കാരം, ഇതെല്ലാമാണ് എന്നെ അവിടെ അതിൻ്റെ ഒരു ദാറ്റ് ഐ സ്റ്റിൽ ക്യാരി വിത്തിൻ മൈസെൽഫ്. അത് പിന്നെ അതെൻ്റെ മക്കൾക്കും ഞാൻ അതുപോലെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അവരെ ആസ് മച്ച് ആസ് പോസിബിൾ അവർ നാട്ടിൽ കൊണ്ടുവരിക, വെക്കേഷൻ കൊണ്ടുവരിക, വീട്ടിൽ എൻ്റെ വീട്, വൈഫിൻ്റെ വീട്, അവരുടെ കസിൻസ്, മറ്റ് ഇവരെല്ലാമായിട്ട് മിങ്കിൾ ചെയ്യിക്കുക. ഒക്കെ as much as I can, I'm doing. ഓക്കെ, അപ്പൊ അങ്ങനത്തെ വാല്യൂസിന് വളരെയധികം ഇമ്പോർട്ടൻസ് റസൂലിക്ക് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയല്ലേ മക്കളിലേക്കും നമുക്ക് എല്ലാവർക്കും ചെയ്യണ്ടേ? തീർച്ചയായിട്ടും. അതായത് ഞാൻ എൻ്റെ കാര്യം പറയാം. നമ്മൾ ബോംബെയിൽ ഒറ്റയ്ക്ക് താമസിക്കുക. നമ്മൾ അപ്പോഴാണ് ആലോചിക്കുന്നത്, നമ്മളൊരു കുടുംബത്തിൽ താമസിച്ചിരുന്നെങ്കിൽ നമുക്ക് പലപ്പോഴും നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യുന്നു, അവരെ എങ്ങനെ ശാസിക്കണം, അല്ലെങ്കിൽ അവിടെ ഏതുവരെ ശാസിക്കണം, എന്താണ് അവരോട് പറയേണ്ടത്, ഓരോ ലെവലിൽ കഴിഞ്ഞ് പോകുമ്പോഴും. അപ്പോൾ വീട്ടിലൊരു മുതിർന്ന ആളില്ലാത്തതിൻ്റെ ഒരു കുഴപ്പം നമുക്ക് പലപ്പോഴും എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്.
അതായത് നമുക്ക് ഇപ്പോൾ ആ കുട്ടികൾക്ക് അവരുടെ മുത്തച്ഛനോ മുത്തമ്മ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ നമ്മളോട് ഷെയർ ചെയ്ത കാര്യം ഒരു പക്ഷേ അവരോട് ഷെയർ ചെയ്യും. തീർച്ചയായിട്ടും. അപ്പോൾ അവർ നമ്മളെക്കാൾ പ്രായമുള്ളത് കൊണ്ടും അനുഭവ സമ്പത്തുള്ളത് കൊണ്ടും അവർ പ്രത്യേകമായ രീതിയിൽ അവരെ ഗൈഡ് ചെയ്യും. തീർച്ചയായിട്ടും. അതില്ലാത്തതൊരു വലിയ നഷ്ടമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം പല സമയങ്ങളിലും എസ്പെഷ്യലി നമ്മൾ കോവിഡൊക്കെ ഉണ്ടായപ്പോഴും മോൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു, വീട്ടിലിരിക്കുകയാണ്, ഡിവൈസിലിരിക്കുകയാണ്, 2 വർഷത്തോളം അങ്ങനെ പോയി. അവൻ കോവിഡ് ബാച്ച്, എക്സാം എഴുതിയിട്ടില്ല 10ൽ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ഫ്രസ്ട്രേഷൻ ഒക്കെ ഉണ്ടാകുന്ന സമയത്തിൽ ഇവിടെ എങ്ങനെയാണ് ഇവർ ഡീൽ ചെയ്യുക എന്നുള്ളത് ഒരു വലിയ, അതായത് ഓരോ സ്റ്റേജിൽ ഇപ്പോൾ 5 വയസ്സുള്ളപ്പോഴും അല്ലെങ്കിൽ 10 വയസ്സുള്ളപ്പോഴും നമ്മൾ ഞാൻ രജത് കപൂറിനെ ഫോൺ ചെയ്ത് വിളിച്ചിട്ട് ചോദിക്കും, രജത്ത് ഹൗ ഡിഡ് യു മാനേജ്? പുള്ളി ഒരു കാര്യം പറഞ്ഞു, യാർ റോജ് സോറി ബോലന പड़ता है, അതായത് ദിവസവും സോറി പറയണം കുട്ടികൾക്ക്. അവിടെ സോമ ബേട്ട സോറി ഭൂൽ ജാവോ, ഓക്കെ മോനെ കുഴപ്പമില്ല, പാപ്പിക്ക് തെറ്റുപറ്റിപ്പോയി, ഓക്കെ യു ഫോർഗെറ്റ് ഇറ്റ് പറഞ്ഞൊരു ഹഗ് കൊടുത്താൽ, കാരണം അവർക്ക് 2 മിനിറ്റേ മെമ്മറി ഉള്ളൂ. കുട്ടികളായിരിക്കുമ്പോൾ നമ്മൾ കുട്ടികളോട് വഴക്ക് പറഞ്ഞു അല്ലെങ്കിൽ അത് ചെയ്യരുതെന്ന് പറഞ്ഞു അല്ലെങ്കിൽ ചെയ്ത് നമ്മൾ തട്ട് കൊടുത്ത് അവർ കരഞ്ഞു, അവർക്ക് ആ ഒരു മെമ്മറി 2 മിനിറ്റേ ഉള്ളൂ. നമ്മളത് കഴിയുമ്പോൾ അവർ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്ത് മോനെ സോറിടാ എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞു. അപ്പോൾ പിന്നെ അവർ നമ്മൾ പറയുന്ന കേൾക്കും. നമ്മൾ അവരുടെ അടുത്ത് ഒച്ച ഉയർത്തുമ്പോഴാണ് അവർ നമുക്ക് എതിരായിട്ട് പോകുന്നത്. പക്ഷെ അവരോട് അല്ലാതെ പറഞ്ഞാൽ, സമന്വയത്തിൽ പറഞ്ഞാൽ, വി ക്യാൻ മേക്ക് ദം ഡു എനിത്തിങ്. പക്ഷെ അതിന് നമുക്ക് നല്ല പേഷ്യൻസ് ഉണ്ടാവണം. അല്ല, ഈ അച്ഛനും അമ്മയും ആകാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അങ്ങനെ പേഷ്യൻസ് ഉണ്ടാകണം, അവരെ മാനേജ് ചെയ്യാനുള്ള കരുത്ത് നമുക്ക് ഉണ്ടാകണം. എന്തിനാണ് നമ്മൾ കുട്ടികളെ ഉണ്ടാക്കണേ? എന്താണ് നമ്മുടെ മക്കളെ കൊണ്ട് നമുക്കുള്ള പ്രയോജനം ഉണ്ടാവും? ഇപ്പം എൻ്റെ ഒരു ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ, പുള്ളിയെപ്പറ്റി എനിക്ക് അറിയത്ത് പോലുമില്ല. എനിക്ക് ആകെ നമുക്കൊരു ജനറേഷൻ ആകെ ഓർമ്മ വരുന്നൊരു 3 ജനറേഷൻ ആയിരിക്കും. നമ്മുടെ ഓർമ്മകളെ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മളെ മക്കളുണ്ടാകും. അവരല്ലാതെ വേറെ ആരും നമ്മളെപ്പറ്റി ഓർക്കില്ലല്ലോ. നാളെ ഞാൻ എൻ്റെ കാലശേഷം നിങ്ങൾ മീഡിയ കുറേ നാൾ എന്തെങ്കിലുമൊക്കെ ആ ഒരു 3-4 ദിവസം വാർത്ത വരും പോകും. ഒരുപക്ഷെ എല്ലാ വർഷവും ഓസ്കാർ വരുമ്പോൾ എൻ്റെ പേര് പരാമർശിക്കും എന്നുള്ളതല്ലാതെ എനിക്ക് മറ്റു യാതൊരു ഒരു ഇമ്പോർട്ടൻസും ഈ ലോകത്തില്ല. പക്ഷെ എൻ്റെ മക്കൾക്കോ അവരുടെ ഓർമ്മകൾ മുഴുവൻ നമ്മളാണ്. തീർച്ചയായിട്ടും. അപ്പോൾ എന്തിനാണ് നമ്മൾ മക്കളെ ഉണ്ടാക്കുന്നത്? എന്തിനാണ് നമ്മൾ ഇങ്ങനെ ഒരു സംഭവത്തിന് മുതിർന്ന കുടുംബം എന്തിനാണ്? നമ്മളുടെ മെമ്മറി നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മൾ അവർക്ക് നല്ല മെമ്മറികൾ കൊടുത്തില്ലെങ്കിൽ അവരെങ്ങനെ നമ്മളെ നിലനിർത്തുക? ഇത് ഒരു അച്ഛനും അമ്മയും വളരെ വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട കാര്യമാണ്. ഏത് തരത്തിലുള്ള ഓർമ്മകളാണ് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്നത്, അതനുസരിച്ച് അവർ നിലനിൽക്കും. പിന്നെ വേറൊന്നുണ്ട് റസൂലിക്ക, ഞാൻ കേട്ടിരിക്കുന്നത്, നമ്മൾ ഇത്രയൊക്കെ നേടണം എന്നുണ്ടെങ്കിൽ നമ്മൾ പലതും അവിടെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ പലതും നമുക്ക് നഷ്ടപ്പെടുത്തിയാലാണ് നമുക്ക് ചിലതൊക്കെ ഗെയിൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നും ഒരു സേയിങ് ഉണ്ട് പൊതുവെ. അപ്പോൾ ഇത്ര അധികം നേടിയ റസൂലിക്കയ്ക്ക് അങ്ങനത്തെ എന്തെങ്കിലും ഒരു അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അല്ല, എനിക്കങ്ങനെ കോംപ്രമൈസ് അങ്ങനെ അതൊരു കാര്യം, ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുന്നു കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഓക്കെ. പക്ഷേ എന്നെ പലരും റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. ഐ വാണ്ടഡ് ടു ആസ്ക് യു. സോ FTI പഠിച്ചിറങ്ങിയ ഒരു സ്റ്റുഡന്റിന് അല്ലെങ്കിൽ അപ്പൊ തന്നെ നമ്മുടെ കഴിവ് ഓസ്കർ കിട്ടിയതിന് ശേഷം സീരിയസ്ലി there are many people rejected me, and when you get rejected it is so difficult to process it. We don't need you because you're too good. So അത് എന്നെ കുറച്ച് ഒരുപാട് ഷോക്ക് ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് ഇന്ത്യയിൽ മാത്രം ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മളൊരു വലിയ അച്ചീവ്മെൻറ്റ് നടത്തി. ഇപ്പം ഞാനിപ്പോൾ ഇന്നലെയാണ് ഞാൻ ലോസ് ആഞ്ചൽസിൽ നിന്ന് തിരിച്ചെത്തിയത്. ആടുജീവിതത്തിൻ്റെ സൗണ്ടിന് MPSC നോമിനേഷൻ ഉണ്ടായിരുന്നു. ലോകത്തിലെ 5 ബെസ്റ്റ് വർക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു, നോമിനേറ്റ് ചെയ്തു. അവിടെ പോയി നമുക്ക് കിട്ടിയില്ല, പകരം എമിലിയ പെരസിന് കിട്ടി. പക്ഷേ അവിടെ മീറ്റ് ചെയ്യുന്ന ഓരോ ആൾക്കാരും ഉണ്ടല്ലോ, ഐ വോണ്ട് വർക്ക് വിത്ത് യു, ഐ വോണ്ട് വർക്ക് വിത്ത് യു. ആ വ്യത്യാസം ആലോചിച്ചു. ഇവിടെ തിരിച്ചു വരുന്നിട്ട് ഇവിടെ ഞാൻ ഓസ്കർ കിട്ടി വരുമ്പോൾ, റസൂൽ, വി ഡോണ്ട് നീഡ് യുവർ എക്സ്പെർട്ടൈസ്, യു ആർ ടു ഗുഡ് ഇൻ യുവർ ജോബ്. അതൊരു പക്ഷേ താങ്കൾക്ക് അത്രയും പേ ചെയ്യേണ്ടി വരും എന്ന് വിചാരിച്ചിട്ടാണോ? പേയ്മെൻ്റ് അല്ല അതിന് കാരണം. ഞാൻ പേയ്മെൻറ്റ് ഡിസ്കസ് ചെയ്യാൻ പറയാം. വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഡയറക്ടേഴ്സ് ഓഫ് ഇന്ത്യ, വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഫിലിംസ് ഓഫ് ഇന്ത്യ വന്നു, എന്നെ മീറ്റ് ചെയ്തു, സിനിമയിൽ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു, ഞാൻ ചെയ്യാമെന്ന് ഏറ്റു. എൻ്റെ വർക്ക് അവർ വന്ന് കണ്ടു, ഷോറിയിലൊക്കെ കാണിക്കുമല്ലോ. മീറ്റിങ്ങിന് പോയി,
അത് കഴിഞ്ഞ് സ്റ്റോറി ഡിസ്കഷന് പോയി. ഒരു ദിവസം ഞാൻ സ്പെൻഡ് ചെയ്തു സ്റ്റോറി ഡിസ്കഷൻ. എന്നിട്ട് അപ്പം ഈ ഡയറക്ടർ പുള്ളിയുടെ ഇങ്ങനെ സ്റ്റോറി പറയുമ്പോൾ ഞാൻ ഈ സ്റ്റോറിയെ ഇത് കേട്ടിട്ട് ഞാൻ എൻ്റെ ഐഡിയാസ് അങ്ങോട്ട് പറയണം. നമുക്ക് ഇതിങ്ങനെ ചെയ്യണം, അതിങ്ങനെ ചെയ്യണം, ഇങ്ങനെ ഈ ലെവലിൽ ചെയ്യണം, ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ വരും, ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ചെയ്യണം ഒക്കെ പറഞ്ഞു. പോയി എക്സൈറ്റഡ് ആയിട്ട് പോയി. ഒരു ജൂലൈയിൽ ഷൂട്ടിംഗ് തുടങ്ങും. അപ്പം ഞാൻ എന്നിട്ട് പറഞ്ഞ ഓഫീസിൽ ആളുകൾ മാനേജേഴ്സൊക്കെ ഡീൽ ചെയ്യുന്നുണ്ട്, പൈസയൊക്കെ ബഡ്ജറ്റൊക്കെ അവർ സംസാരിക്കുള്ളൂ. പക്ഷേ ബഡ്ജറ്റിൻ്റെ ഡിസ്കഷൻ ഒന്നും നടന്നിട്ടില്ല. ഓഗസ്റ്റിൽ ഞാൻ അറിയുന്നത്. അപ്പോൾ ഇയാൾ ജൂലൈയിൽ ഷൂട്ട് ചെയ്യുന്നതാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഓഗസ്റ്റിൽ ഷൂട്ടിംഗ് തുടങ്ങി ഞാൻ കേട്ടു, പൊതുവേ ഇൻഡസ്ട്രിയിൽ നിന്ന് കേട്ടു. അപ്പോൾ ഞാൻ പ്രൊഡ്യൂസറിൻ്റെ മെസ്സേജ് അയച്ചു, ഇങ്ങനെ എന്താണ് കാരണം. അപ്പോൾ അയാൾ പറഞ്ഞു, സാർ അത് ഡയറക്ടറിൻ്റെ ഡിസിഷനാണ്. ശരി. അപ്പോൾ ഞാൻ ഡയറക്ടർ ഒരു മെസ്സേജ് അയച്ചു. അപ്പം ഞാൻ കേട്ടു, അങ്ങനെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഒരു കൊളീഗില്ല, എൻ്റെ ഒരു മെൻറ്ററാണ്, കക്ഷിയാണ് എടുത്തിട്ടുള്ളത്. സോ ഐ ഫെൽറ്റ് ഹാപ്പി. He is a better person than me, better sound designer than me. കുഴപ്പമില്ല. അപ്പോൾ ഞാൻ എങ്കിലും എനിക്കൊരു സംശയം, ഒരു റിജക്ഷൻ വന്നിട്ട് ഞാൻ ഈ പുള്ളിക്കൊരു ഒരു മെയിൽ അയച്ചു. നമ്മളൊരിക്കലും പണം ഡിസ്കസ് ചെയ്തിട്ടില്ല. അപ്പോൾ ബഡ്ജറ്റ് അല്ല ഇതിന് കാരണം, മറ്റെന്തോ ആണ് ഇതിന് കാരണം. എന്താണ് ഞാൻ ചെയ്ത തെറ്റ്, അല്ലെങ്കിൽ എവിടെയാണ് ഞാൻ ഫോൾട്ട് ചെയ്തത്, അതൊന്ന് പറഞ്ഞാൽ ഐ ക്യാൻ കറക്റ്റ് മൈസെൽഫ്. അപ്പോൾ ഞാൻ ഒരു ഇമെയിൽ എഴുതി, റെസ്പോൺസിബിൾ. അത് കഴിഞ്ഞ് നമ്മൾ മൂവ് ഓൺ ചെയ്തു, നമ്മൾ അടുത്ത വർക്ക് ചെയ്തു, പോന്നു. യു ഡോണ്ട് വെയിറ്റ് ഫോർ എനിത്തിങ്, ഇൻഡസ്ട്രി നോബഡി വെയിറ്റ്സ് ഫോർ എനിത്തിങ്. 2 വർഷം കഴിഞ്ഞ് സിനിമ റിലീസ് ചെയ്തു. സിനിമ ഭയങ്കര ഹിറ്റായി. സിനിമ റിലീസ് ചെയ്ത് 2 ആഴ്ച കഴിയുമ്പോൾ ഈ പുള്ളിക്കാരൻ്റെ ഒരു മെയിൽ എനിക്ക് വന്നു. കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ ചോദ്യത്തിന് എങ്ങനെ ഉത്തരം പറയണം എന്ന് ഞാൻ ശങ്കിക്കുകയാണ്. എനിക്കറിയില്ല ഇതിനെങ്ങനെ ഉത്തരം പറയണം. ഒരുപക്ഷെ ഞാൻ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് വന്നതുകൊണ്ടുള്ള എൻ്റെ ഒരു സ്മോൾ ടൈം വില്ലേജ് മെൻറ്റാലിറ്റി ആയിരിക്കാം. എവറി സ്റ്റെപ്പ് ഓഫ് ദ ഡിസ്കഷൻസ് യു ആർ സോ thorough about what you want to do and what you're doing. It scared me. അവരൊപ്പം കക്ഷി പറഞ്ഞു, നമ്മളൊരു ടെക്നീഷ്യനെ, ഒരു ആർട്ടിസ്റ്റിനെ നമ്മൾ ഒരു മേഖല കൈകാര്യം ചെയ്യാൻ വിളിക്കുമ്പോൾ അയാൾക്ക് അതിനെപ്പറ്റിയുള്ള അറിവ്, വളരെ തറവായ നോളജ് ഉണ്ടെങ്കിൽ അത് എനിക്കൊരു റീഅഷുറൻസ് ആണ്. അങ്ങനെ ആയിരുന്നു, അങ്ങനെ ആവേണ്ടതാണ് എനിക്ക്. പക്ഷേ എന്തുകൊണ്ടോ അതെന്നെ പേടിപ്പെടുത്തി. അതുകൊണ്ട് ഐ ഡിഡ്ന്റ് ടേക്ക് യു. വാട്ട് കൈൻഡ് ഓഫ് റിജക്ഷൻ ഈസ് ദാറ്റ്? ഇങ്ങനത്തെ ഒക്കെ കേൾക്കുമ്പോൾ ഇതൊരു ഓൾസോ ഒരു ലെയിം എക്സ്ക്യൂസസ്. Whatever is the reason. So because you're too good, we don't need you. ഓസ്കർ കസ് എന്ന് പറയുന്ന ഒരു സംഭവം അല്ല, ഓസ്കർ കസ് is different. That you are not getting work. Okay. You got a work, you're discussing. Because so അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ വളരെ അടുത്ത കാലഘട്ടം ഞാൻ ഡിസ്കഷനിൽ I don't speak my mind. I'll just listen to everything. And when the film comes to me, I'll do it. I'll do and show. This is what it is. നമ്മൾ മോർ ജെനുവിൻ ആവുക, എക്സൈറ്റഡ് ആവുക. നമ്മുടെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ നമ്മൾ പറഞ്ഞു പോകുന്നത് നമുക്ക് അറിഞ്ഞോ അറിയാതെയോ ഒരു പാര പോലെ അല്ലേ, നേരെ ഫൈറ്റ് ബാക്ക് ചെയ്യാണ് നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ. പക്ഷെ എത്ര ജെനുവിൻ ആയിട്ടാണ് താങ്കളുടെ ഉള്ളിലത്തെ ആ ഒരു സൗണ്ട് ഡിസൈനർ അത് പറഞ്ഞിട്ടുണ്ടായിട്ടുണ്ടാവുക. So it's difficult. I mean, at that time, when you think your career is going in the best possible way, you get rejected because you failed at something. I can understand. Because your budget is far bigger than, I can understand. Nothing. Because you know your job, we don't need you. Other even immediately after Oscar, some production house in Bombay told me, Rasul, ഞങ്ങൾ ചെയ്യുന്ന വർക്ക് നിങ്ങളുടെ എക്സ്പെക്ടേഷൻ്റെ ആവശ്യമില്ല. സോ യു ഫീൽ, അപ്പം നമ്മൾ ആലോചിക്കുന്നത് നമ്മൾ എവിടെ എന്താ ചെയ്യുക, എങ്ങടെ പോവുക, നമ്മൾ നമ്മുടെ രാജ്യം വിട്ടു പോകണോ? അങ്ങനത്തെ ഒരു കണ്ടീഷൻ ആലോചിച്ചു ഒരാളുടെ അവസ്ഥ. മനസ്സിലായി. ആ ഒരു അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. And still you are facing? Oh yeah, it comes and goes. There are a lot of people approaches me who are very excited to work with me. We want you because you've done this, but we don't know if you no, I am open to work. See, you have to work with young people. Young people gives you more ideas. I am always looking forward to working with younger generation, younger than me.
because they are tuned, they are in tune with what's happening today. I am not in tune with what is happening. I have a yesteryear's problem. എക്സാക്ട്ലി. The latest fashion tips my daughter tells me. The latest music my son tells me. I listen to them, I sit with them. When we travel, I ask them to, okay, put your library, put your playlist, let me hear it. Then we discuss. So I come to know from them. So unless and until you open up yourself to the younger generation's feelings and their aspirations, their worldview, you have no growth. തീർച്ചയായിട്ടും. ഇല്ലെങ്കിൽ നമ്മൾ പഠിച്ചതിൽ തന്നെ നമ്മൾ കിടന്ന് കറങ്ങിക്കൊണ്ടേയിരിക്കും, നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കില്ല അങ്ങനെയുള്ളപ്പോൾ. ഓക്കെ. വേറൊന്നും കേട്ടിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ കുറേ സിനിമ ബാക്ക് ടു ബാക്ക് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആക്ടറാണെന്ന് വെക്കുക. കേട്ടിരിക്കുന്ന സംഭവമാണ്, ചിലർക്ക് അനുഭവിച്ച് വന്നിട്ടുള്ളത്. അവർക്ക് അതുവരെ ഒരുപാട് മൂവീസ് ഉണ്ടാവും, എന്നിട്ട് പെട്ടെന്ന് ഒരു സുദിനത്തിൽ അവർക്ക് നല്ലൊരു ക്യാരക്ടറിന് നാഷണൽ അവാർഡ് കിട്ടി, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് അവാർഡ് കിട്ടി. അവർ ഒരു മെയിൻ ലീഡ് എന്നായിരിക്കില്ല, ക്യാരക്ടർ റോൾ ചെയ്ത ആൾക്കാരായിരുന്നിരിക്കാം. പക്ഷെ ഇങ്ങനത്തെ വലിയ നനച്ചിരിക്കാതെ ഇത്രയും വലിയൊരു അവാർഡിൽ അവർക്ക് നേടിക്കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് നമ്മൾ നോക്കുമ്പം സഡനായിട്ട് അവർക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ പിന്നെ അവരുടെ മൂവീസിൻ്റെ എണ്ണം കുറഞ്ഞു കാണുന്നു. ഒരു പക്ഷേ പലരും ഇപ്പോൾ കേട്ടിരിക്കുന്നത് ഇത്ര അവാർഡ് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ സാലറി കൂട്ടി, പേയ്മെന്റ് സ്കെയിൽ ജാസ്തിയാക്കി, അപ്പം നമുക്കിനി അവരെ അഫോർഡ് ചെയ്യില്ല. കുറെ പേര് ചൂസ് ചെയ്യാൻ അതൊരു പെർസെപ്ഷൻ്റെ പ്രശ്നമുണ്ട്. ഇപ്പം സലീമിന് അവാർഡ് കിട്ടിയപ്പോൾ നമ്മുടെ ആദാമിൻ്റെ മകൻ, പുള്ളി നമ്മളെപ്പോഴും കൊമേഡിയനായിട്ടല്ലേ കണ്ടിട്ടുള്ളത്. അത് കോമഡി കളിക്കുന്ന ആള്, അയാൾക്കൊരു വാല്യൂ ഇല്ല, അയാൾക്ക് ആക്ടിംഗ് ഒന്നും അറിയത്തില്ല എന്നായിരുന്നു ധാരണ. പക്ഷെ ആ സിനിമ വന്നപ്പോൾ കംപ്ലീറ്റ് മാറിയില്ലേ. പിന്നെ തന്നെ ആൾക്കാർ സ്റ്റാർട്ട് ടേക്കിംഗ് സീരിയസ്ലി. അപ്പം ഞങ്ങൾക്ക് കോമഡി ചെയ്യാൻ പറ്റാതായി. ഇപ്പം നമ്മളിപ്പം ഇന്ദ്രൻസിനെ കണ്ടിരുന്ന രീതിയും ഇന്ന് കാണുന്ന രീതിയും വ്യത്യാസമല്ലേ. ഇന്ദ്രൻ ഇപ്പം നിങ്ങൾ തുടക്കത്തിൽ എന്നെ പറ്റി പറഞ്ഞല്ലേ, യു ഹാവ് ടു മീറ്റ് ഇന്ദ്രൻസ് ആസ് എ പേഴ്സൺ. യു ഹാവ് ടു മീറ്റ് ഹിം. പുള്ളി ഞാൻ ഒറ്റ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പുള്ളി പിന്നെ ഇതിലിരിക്കില്ല, വാനിറ്റിയിലിരിക്കത്തില്ല, വാനിറ്റി വേനിൽ ഇരിക്കത്തില്ല. പുള്ളി പോയി ഇരിക്കുന്നത്, ആഹാരം കഴിക്കുന്നത് സാധാരണ മറ്റുള്ളവരുടെ കൂടെ. പുള്ളി വന്നിട്ട് കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് പോയിരിക്കുന്നത്, ടൈലർ കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടല്ലോ, അവിടെ ആയിരിക്കും പോയിരിക്കുക. സാർ പ്ലീസ് കം സിറ്റ് വിത്ത് മീ എന്ന് പറഞ്ഞാൽ കക്ഷിക്ക് അതിൻ്റെ പറ്റില്ല. കക്ഷി ആഹാരം കഴിക്കുന്നത് ലൈറ്റ് ബോയ്സിൻ്റെ കൂടെയാണ്, ആർട്ടിസ്റ്റിൻ്റെ കൂടെ ഇരുന്ന് അല്ലെങ്കിൽ വേറെ സ്ഥലത്തിരുന്നിട്ട് അല്ല ആഹാരം കഴിക്കുന്നത്. നമ്മൾ നിർബന്ധിച്ച് കൈക്ക് പിടിച്ച് കൊണ്ടുവന്ന പോലെ ഇല്ല സാർ ഞാനിവിടെ ഇരുന്നോളാം സാർ. ആ ഒരു ഹ്യൂമിലിറ്റി കാണുമ്പോൾ നമ്മളെന്തിനപ്പോൾ കിടന്ന് ഒരു അവാർഡ്, നാഷണൽ അവാർഡ് കിട്ടുമ്പോൾ കിടന്ന് തുള്ളുന്നത്. ഫോർ മീ ഇന്ദ്രൻസ് ഈസ് എ ബിഗസ്റ്റ് ലെസൺ. എവറി ജനറേഷൻ ഷുഡ് ലേൺ ഫ്രം ഹിം. ഹി ഈസ് എ വാക്കിംഗ് മാസ്റ്റർ ക്ലാസ്. ശരിക്കും അത്ര ഹ്യൂമിലിറ്റി. ആസ് എൻ ആക്ടർ ഹി ഈസ് ഔട്ട്സ്റ്റാൻഡിങ്. ഐ വിൽ റേറ്റ് ഹിം ദ ബെസ്റ്റ് ഓഫ് ദ ഹോളിവുഡ്. പുള്ളിയോട് ഒരു കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. എന്തിനായിട്ടാ ഇങ്ങനെയാണ് സംഭവം, അപ്പം ഞാൻ ഇങ്ങനെ ഒരു സാധനം പിടിച്ചോട്ടെ എന്ന് ചോദിച്ചാൽ ആ കക്ഷി തരുന്ന ഒരു വേരിയേഷൻ ഉണ്ടല്ലോ. ഒരു ടേക്കിൽ 2 ടേക്കിലോ അല്ലെങ്കിൽ മൂന്നാമത്തെ ഒരു ടേക്ക് എടുക്കുമ്പോൾ പോകുമ്പോഴേക്കും അത് മൂന്ന് ഡിഫറെൻറ്റ് വേർഷൻസാണ്. യു ക്യാൻ ചൂസ് ദ ബെസ്റ്റ്. ആ പുള്ളി ആഹാരം കഴിക്കുന്നത് തയ്യക്കാരുടെ കൂടെ ഇരുന്നിട്ടാണ്. എനിക്ക് അതാണ് എനിക്ക് എൻ്റെ സംബന്ധിച്ച് അതാണ് ഹ്യൂമിലിറ്റി, ബാക്കിയൊന്നുമല്ല. വന്ന വഴി മറക്കാതെ സ്റ്റിൽ അതിൽ തന്നെ നിൽക്കാൻ. വാക്കിംഗ് മാസ്റ്റർ ക്ലാസ്. തീർച്ചയായിട്ടും. തുടങ്ങിയ സമയത്ത് വേറൊന്നും കൂടെ ചോദിച്ചോട്ടെ. റസൂലിക്കയുടെ ചെറുപ്പത്തിൽ തന്നെ വീട്ടിൽ നിന്ന് 5 രൂപ വാങ്ങിയിട്ട് റസൂലിക്ക അമ്പലപ്പറമ്പിൽ ചുക്ക് കാപ്പി വിറ്റ് നടന്നിട്ടുണ്ട്. ചെറുപ്പത്തിലത്തെ പല കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട് റിക്ക. അതൊക്കെ ഭയങ്കരമായിട്ടും സാധാരണക്കാരെ ആരെയാണെങ്കിലും വളരെ രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യുന്നതാണ്. നമ്മുടെ ലൈഫിലേക്ക് നമുക്ക് ചാൻസസ് ആർ ദെയർ, നമ്മൾ ഗേറ്റ്സ് എല്ലാം നമുക്കും ഓപ്പൺ ആണ്. യു ജസ്റ്റ് മൂവ് ഓൺ. നമുക്ക് ഇങ്ങനെ ചെയ്താൽ പ്രൂവ് ചെയ്ത് നിങ്ങളെപ്പോലെ പലരും ഉള്ളത് കൊണ്ട് നമുക്കൊക്കെ അതൊരു വല്ലാത്തൊരു ധൈര്യമാണ്. ഈ കേട്ട കഥ ഇപ്പം ഞാൻ ഈ പറഞ്ഞതും ഇതൊക്കെ സത്യമാണോ? പിന്നെ സത്യമാണോ? നമ്മൾ ഈ വാട്ട് ഈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ തിങ് അബൌട്ട് ഇന്ത്യ, ഇന്ത്യയിൽ മോസ്റ്റ് സക്സസ്ഫുൾ പീപ്പിൾ കം ഫ്രം ദി മിനിമലിസ്റ്റ് പ്ലേസ്, ഫ്രം ഏതെങ്കിലും ഗ്രാമത്തിൽ നിന്ന് പഠിക്കാൻ മാർഗമില്ലാതെ അങ്ങനെയുള്ള ആളുകളാണ് ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ട്. നമ്പർ ഓഫ് എക്സാമ്പിൾ ഞാൻ ഒറ്റ ചെയ്യുമ്പോൾ അങ്ങനെ ഒരുപാട് ഒറ്റയാന്മാരെ പറ്റി ഞാനിങ്ങനെ കുറേ സ്റ്റഡി ചെയ്തിട്ടുണ്ട്. എനിക്ക് അവരെല്ലാം വിളിച്ചിട്ടൊരു ഇൻ്റർവ്യൂ കൊടുക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, നടന്നില്ല. പക്ഷേ മാർക്കറ്റിങ്ങിലൊന്നും ചെയ്യാൻ പറ്റില്ല.
അപ്പോൾ ഇത് പിന്നെ നമുക്ക് ആകെയുള്ള എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ വരുന്ന ഉത്സവം, നാട്ടുപുറത്ത് വരുന്ന ഉത്സവം, പലപ്പോഴും വരുന്ന സർക്കസുകാർ, ഇവരാണ് നമ്മുടെ സംഭവം. പിന്നെ എപ്പോഴെങ്കിലും ഉമ്മയുടെ കുടുംബത്തിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ബാപ്പയുടെ കുടുംബത്തിൽ പോകുമ്പോൾ കായംകുളത്ത് പോകുമ്പോൾ നമുക്കൊരു സിനിമ കാണാൻ ഒരു അവസരം കിട്ടുന്നു. അതൊഴിച്ചിട്ട് ആ അവസരം ഭാഗ്യമുള്ള ആൾ നമ്മൾ മാത്രമാണ്. അത് വിളക്കുപാറ ഗ്രാമത്തിൽ നമ്മുടെ ആ ഒരു ഇപ്പം ഇന്ന് ഓസ്കർ ജംഗ്ഷൻ എന്നറിയപ്പെടുന്ന ചന്തമുക്കിൽ ആദ്യമായിട്ട് TV വരുന്നത് നമ്മുടെ വീട്ടിലാണ്, ഞങ്ങളുടെ വീട്ടിൽ. എല്ലാ വെള്ളിയാഴ്ചയും ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ മുഴുവൻ നമ്മുടെ വീട്ടിലുണ്ടാവും. ജനലിൽ കൂടെ നോക്കുന്നു, ആൾക്കാർ കഴിയുന്നത്തോളം ഇറായത്ത് കയറിയിരിക്കുന്നു. നമ്മളെല്ലാവരും കൂടി സിനിമ കാണുന്നു, വെള്ളിയാഴ്ച സിനിമ. ഇപ്പം ഇന്നിപ്പോൾ ഈ കഥകളൊക്കെ പറഞ്ഞ ആൾക്കാർ ചിരിക്കും. അന്ന് ഉത്സവപ്പറമ്പിൽ ഉമ്മ ഒരു 5 രൂപ തരും. അത് വാങ്ങിയിട്ട് ഞങ്ങൾ കരിപ്പെട്ടിയും ചുക്കും ഒക്കെ വാങ്ങി കച്ചവടം ചെയ്ത് കുറച്ച് പൈസ, ഇപ്പോൾ 10 രൂപ ആയിരിക്കും കിട്ടുന്നത്, അല്ലെങ്കിൽ 15 രൂപ ആയിരിക്കും കിട്ടുന്നത്. ഉമ്മയ്ക്ക് 5 രൂപയും കൊടുക്കും, പിന്നെ നോക്കുകൂലി എന്ന് പറഞ്ഞൊരു പൈസയും കൂടെ കൊടുത്തിട്ട് ബാക്കി ഞങ്ങൾ വിധിച്ചെടുക്കും. അത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഒരു തവണ ഞാനാണ് ഈ ചുക്ക് കാപ്പി ഇവിടെ ഈ പണപ്പെട്ടി എടുത്തിരിക്കുന്നത് ഞാനാണ്. ബാക്കി ജ്യേഷ്ഠൻ 2 പേരും അവർ കാപ്പി ഉണ്ടാക്കിയിട്ട് കൊണ്ട് വിൽക്കാൻ പോകുമല്ലോ. അപ്പോൾ അതിന് കഥാപ്രസംഗം ഉണ്ടാവും, അല്ലെങ്കിൽ പിന്നെ കഥാപ്രസംഗം അല്ലെങ്കിൽ മമ്മിക്കരൊക്കെ നടക്കുന്ന സമയത്ത് ചുക്കാപ്പി എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് വിൽക്കുകയാണ്. നമ്മൾ വളരെ ചെറുതാണല്ലോ. രാത്രി 12 മണി 1 മണി എന്ന് പറയുമ്പോൾ ഉറങ്ങുന്ന സമയമാണ്. നമ്മൾ കിടന്ന് ഉറങ്ങി. ആരോ ഈ പെട്ടിക്കകത്ത് പൈസ എടുത്തുകൊണ്ട് പോയി. അവർ തിരിച്ചു വന്ന് രാവിലെ നോക്കുമ്പോഴത്തേക്ക് പൈസയില്ല. രാത്രി മുഴുവൻ നമ്മൾ കച്ചവടം ചെയ്തിട്ട് തിരിച്ചിനി ഉമ്മാടത്ത് നിന്ന് എന്ത് പറയും? അപ്പം ഞാൻ കിടന്ന് ഉറങ്ങും. ഞാൻ ഈ ജേട്ടൻ വന്നിട്ട് സേവ് എൻ്റെ ജ്യേഷ്ഠൻ പുള്ളി വന്ന് അടിക്കുകയാണ്. അടി പട്ടന്ന് അടി കിട്ടി. ഞാൻ ഞെട്ടിയുണ്ടെന്ന് പറഞ്ഞു, എടാ പൊട്ട കിടന്ന് ഉറങ്ങി, നീ ഉറങ്ങി പൈസ ആരും എടുത്തുകൊണ്ട് പോയി. അതോടെ നിർത്തിയോ പരിപാടി? ഇല്ല, പിന്നെ ചെയ്തു. പിന്നെ വീട്ടിൽ ചെന്ന് ഉമ്മടുത്ത് കരഞ്ഞിട്ട് പറയാ ഇങ്ങനെ പറ്റിപ്പോയിന്ന്. ആ കുഴപ്പമില്ല മോനെ. ഏത് പ്രായത്തിലേക്കാ? ഞാൻ 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ പഠിക്കുന്നത്. അങ്ങനെ പലതവണ അപ്പം ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാ വർഷവും നമുക്ക് ഉത്സവം തന്നെ. ഇപ്പം വിളക്കുപാറ അമ്പലത്തിൽ ഉത്സവം, അതായത് നമുക്ക് ഈ നട തുറക്കുന്ന സമയമുണ്ടല്ലോ, അതായത് 40 ദിവസം അയ്യപ്പ നട തുറക്കുന്ന സമയത്ത് നമ്മൾ അമ്പലത്തിലാണ്. 4 മണിക്ക് പായസം ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കുക. ഓരോ ദിവസവും ഉത്സവങ്ങൾ. ഈ അമ്പലമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അത് വരുമ്പോൾ അമ്പലം, മഹാശിവരാത്രി വരുമ്പം മഹാശിവരാത്രി, ക്രിസ്മസ് വരുമ്പം ക്രിസ്മസ് കരോൾ, അതിനൂടെ നമ്മുടെ പിന്നെ പെരുന്നാൾ ഇത് വരുമ്പോൾ ഉമ്മായിക്ക് ഭയങ്കര നിർബന്ധമാണ് പെരുന്നാളിൻ്റെ അന്ന് എല്ലാവർക്കും ആഹാരം ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ അന്ന് പിന്നെ ഇതൊന്നുമില്ല, നമുക്ക് അരി ആട്ടണം. ഞങ്ങൾക്ക് ജോലിയാണ്. ഈ അരി ആട്ടി ഉണ്ടാക്കി ആദ്യം അരി ആട്ടുക, പിന്നെ ഉഴുന്നാട്ടുക, പിന്നെ ഇതുണ്ടാക്കിയിട്ട് അപ്പത്തിനുള്ള സാധനങ്ങൾ ഉണ്ടാക്കുക, പിന്നെ എവിടെന്നെങ്കിലും ഇറച്ചിയും കൊടുക്കുക. എന്നിട്ട് ഉമ്മ ഇങ്ങനെ രാവിലെ നിൽക്കും. എന്നിട്ട് എല്ലാവരും ആൾക്കാരൊക്കെ പോകുമ്പോൾ ചാനാരെ വന്നാൽ പിള്ളേച്ച വന്നിട്ട് എല്ലാവരും വിളിച്ച് വീട്ടിൽ ഇരുത്തി ആഹാരം കൊടുത്ത് പെരുന്നാളിൻ്റെ അന്ന് വീട്ടിൽ എല്ലാവർക്കും എല്ലാ അയലത്തുകാർക്കും വീട്ടിൽ വിളിച്ച് ആഹാരം കൊടുക്കും. അത് നിർബന്ധം ഉമ്മയ്ക്ക്. എല്ലാ ക്രിസ്മസിനും അവിടെ നിന്നുള്ള വീടുകളിൽ നിന്നുള്ള ക്രിസ്ത്യൻസിൻ്റെ വീട്ടിൽ നിന്നുള്ള കേക്കും പഴവും മറ്റു പലഹാരങ്ങളും വീട്ടിലെത്തും. എല്ലാ പിന്നെ അമ്പല നടത്തും ഉത്സവങ്ങളും മറ്റുമൊക്കെ ഞങ്ങൾ തന്നെയാണ് വയ്ക്കുന്നത്. അന്നത്തെ ഒരു ജീവിതം ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു ജീവിതം എനിക്കറിയില്ല ഇന്ന് അങ്ങനെ ഉണ്ടോ. എൻ്റെ അറിവിൽ ഇന്നും അങ്ങനെയുള്ള കുറച്ച് ഗ്രാമങ്ങളുണ്ട്. എൻ്റെ ഗ്രാമം അങ്ങനെ മാറിയിട്ടില്ല. കറണ്ട് വന്നു, അതുകൊണ്ട് കുറേ വികസനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതല്ലാതെ മറ്റു മാറ്റങ്ങളൊന്നും ഞാൻ ബേസിക് ആറ്റിറ്റ്യൂഡിൽ മറ്റു മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ കാരണം എൻ്റെ നാട്ടിലത്തെ ആ ചന്ത ജംഗ്ഷൻ, മാർക്കറ്റ് ജംഗ്ഷൻ, ഓസ്കർ ജംഗ്ഷൻ എന്നുള്ള പേരിലാണ് ഇന്നിപ്പോൾ അറിയപ്പെടുന്നത്. ഗൂഗിൾ മാപ്പ് ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ ഓസ്കർ ജംഗ്ഷൻ അടിച്ചിട്ടാണ് ആ ജംഗ്ഷനിലേക്ക് എത്തുക. ഇതൊക്കെ വളരെ അഭിമാനം തോന്നുന്ന ഒരു നിമിഷങ്ങളല്ലേ? പ്ലീസ് ഇക്ക, സില്ലിയോ? നോ വേ. ഓ ഭയങ്കര ഒരു മക്കളുടെ അടുത്ത് തന്നെ പറയാം, കണ്ടോടാ നിന്റെ അച്ഛൻ കാരണമാണ് ഈ നാട്ടിൽ ഇങ്ങനെ ഒരു പേര് ഇങ്ങനെ വന്നത്. അപ്പോൾ അവർക്ക് അവരുടെ റിയാലിറ്റി ഡിഫറെൻ്റ് ആണല്ലോ, നമുക്കത് മനസ്സിലാക്കണം. അവർ ജനിച്ചു വളർന്നത് ബോംബെയിൽ, അവർ കാണുന്ന റിയാലിറ്റി വേറെ. ഇവർക്കിതൊക്കെ ഒരു നമ്മൾ കഥകൾ പറഞ്ഞുകൊണ്ട് പറയാം, ഓ അഗൈൻ തുടങ്ങി, ഹലോ ഹേർഡ് ഇറ്റ് മെനി ടൈംസ്. എനിക്കത് എനിക്കൊരു മോൾ, അതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കാം അവരുടെ ആ ഒരു വൈബ്. We have to understand that. Their reality is different. മുരുകദാസ് ഒരിക്കൽ പറയണ്ടായി. ഒരു ദിവസം പറഞ്ഞു, അങ്ങനെ നമ്മൾ ജീവിക്കാൻ പൈസ ഇല്ലാതെ പച്ചവെള്ളം കുടിച്ച് പൈപ്പിൽ നിന്ന് വെള്ളം കുടിച്ചിട്ട് തെരുവിൽ നടന്നതാണ്.
നമ്മൾ ഈ കഥകളൊക്കെ പറയുമ്പോൾ എൻ്റെ മോൻ ഹീസ് ട്രാവലിംഗ് ഇൻ BMW. അപ്പ വാട്ട് ആർ യു സേയിങ്? ദാറ്റ് ഈസ് യുവർ തിങ്. ഐ എം ബോൺ ഹിയർ. ഐ എം ട്രാവലിംഗ് ഇൻ ദിസ് കാർ. ദാറ്റ് ഈസ് മൈ റിയാലിറ്റി. സ്റ്റോപ്പ് ഗിവിംഗ് മീ ഗ്രീഫ്. അവർക്ക് ഒരു രീതിയിലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കഥ പോലും അവർക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ പുസ്തകം വായിച്ചിട്ട് എൻ്റെ ഫാദർ ഇൻ ലോ പറഞ്ഞു, ഐ മീൻ ഹി സെഡ് വെരി ബ്യൂട്ടിഫുൾ തിങ്. പക്ഷെ പറഞ്ഞു, ഇത് ഒരു പക്ഷേ മോനുവിനും മേയ്ക്കും ഒരു ഫാൻറ്റസി പോലെ ആയിരിക്കും ബിജു ഈ പറയുന്ന കാര്യങ്ങളും ഈ കഥകളും ഈ വില്ലേജസും ഇതിൻ്റെ ജീവിതങ്ങളും ആളുകളും ഒക്കെ. അവർ നാളെ അത് അവർ വളർന്നു വരുമ്പോൾ അവർ വായിക്കുമ്പോൾ ഒരു പക്ഷേ അവർക്ക് ഇറ്റ് വിൽ ബി ലൈക്ക് എ ഫാൻറ്റസി ഫോർ ദം. ട്രൂ, വെരി ട്രൂ. I am from a fantasy land. ഈ ഫാന്റസി ലാൻഡിൽ ഇങ്ങനെ ഉത്സവങ്ങളെല്ലാം ഉത്സവങ്ങളാക്കി ആഘോഷങ്ങളാക്കി മാറ്റിക്കൊണ്ടുവന്നിരുന്ന ആ കൊച്ചു പയ്യൻ ഈ ഉത്സവത്തിൽ കേട്ട ശബ്ദങ്ങളൊക്കെയാണോ? അവിടെ നിന്നാണോ ഈ ശബ്ദത്തിനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയതും? എവിടെ നിന്നാ ഈ സൗണ്ട്? വിളക്കുമാർക്ക് വലിയ ശബ്ദ പാരമ്പര്യമുണ്ട്. പാരമ്പര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ജനിച്ചു വളർന്നൊരു 1 വയസ്സ് 2 വയസ്സൊക്കെ ഉള്ള സമയത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഉമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാട്ടാന വരും, വന്ന് നമ്മുടെ കൃഷിയൊക്കെ നശിപ്പിക്കും, തിന്നും. ഇപ്പൊ അത് വളരെ നോർമലാണ്, എവിടെ നോക്കിയാലും കാട്ടാനകൾ ചീനിയൊക്കെ പറിച്ചിട്ടുണ്ടോ? അത് കാട്ടാനെ ഓടിക്കുന്നത് പാട്ട കൊട്ടിയിട്ടാണ്. അതെ. അപ്പം ഈ നമ്മുടെ ഗ്രാമവും കാടും തമ്മിൽ ഒരു ഗേറ്റ് ഉണ്ട്. നമ്മൾ ഗേറ്റിന്റെ അവിടെ നിന്നാ പറയാ, അവിടെ ഒരു ചെറിയൊരു ഗേറ്റ് ഉണ്ട്. ഈ ഗേറ്റ് കടന്നിട്ടാണ് ആന വരിക. ഈ ഗേറ്റിന്റെ അവിടെ വരെ നമ്മൾ പാട്ട കൊട്ടി രാത്രി പന്തം വെച്ചിട്ട് പാട്ട കൊട്ടി പോകും. അപ്പൊ അതാണ് വിളക്കുപാറയുടെ ശബ്ദ ചരിത്രം. അത് കേട്ടിട്ടാണോ എന്ന് ചോദിച്ചാലല്ല. ഞാൻ ആക്ച്വലി ഇങ്ങനെ സൗണ്ടിൽ പോകണമെന്നും സിനിമയിൽ പോകണമെന്നൊന്നും ആഗ്രഹിച്ച ആളൊന്നാണ്. ഞാൻ ഒരു ഫിസിസിസ്റ്റ് ആകണം എന്ന് ആഗ്രഹിച്ച ആളാണ്. ഫിസിക്സിൽ എനിക്ക് മാസ്റ്റേഴ്സ് എടുക്കണം, അതിൽ സൂപ്പർ കണ്ടക്ടിവിറ്റിയിൽ റിസർച്ച് ചെയ്യണം. ഞാൻ സൂപ്പർ കണ്ടക്റ്റീവ് എലിമെൻറ്റ് ഇൻവെൻറ്റ് ചെയ്യും. ഞാൻ അങ്ങനെ നോബൽ പ്രൈസ് വാങ്ങും. എനിക്ക് നോബൽ പ്രൈസ് വാങ്ങണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അതിന് പകരം ഓസ്കർ ആയിപ്പോയി. ഞാൻ കൊളുത്തിയ അമ്പ് തെറ്റി, വേറെ വഴി മാറി വേറൊരിടത്ത് പോയി അതങ്ങ് കൊണ്ട് തെറ്റി ട്വിസ്റ്റായി മാറി എന്ന് മാത്രം. വീണ്ടും അതപ്പോ എപ്പോഴെങ്കിലും ട്രൈ ചെയ്യണം തോന്നിയിട്ടുണ്ടോ? ആ ഒരു മേഖലയിലേക്ക് പോകണം, സ്വിച്ച് ചെയ്യണം തിരിച്ച്? ഇല്ല, ആ ടച്ച് വിട്ടുപോയി ആണ് ഫിസിക്സിനോടുള്ള. അത് കാരണം ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തുന്നത് തന്നെ ഇത് എൻ്റെ ഫിസിക്സിന്റെ എക്സ്റ്റൻഷൻ ഓഫ് ഫിസിക്സ് സ്റ്റഡീസ് എന്ന ലെവലിലാണ് ഞാൻ എത്തുന്നത്. അവിടെ ആയിരിക്കാം സൗണ്ട് ഈസ് സംവെയർ റിലേറ്റഡ് ടു ഫിസിക്സ്. അന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സൗണ്ട് പഠിക്കണമെങ്കിൽ ഒന്നുകിൽ BSc ഫിസിക്സ് ആണ് നിങ്ങൾക്ക് ബേസിക് ക്വാളിഫിക്കേഷൻ, അല്ലെങ്കിൽ BSc ഫിസിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് പഠിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാനിതൊരു മാസ്റ്റേഴ്സ്, എൻ്റെ ഫിസിക്സിൻ്റെ മാസ്റ്റേഴ്സ് ആയിട്ടാണ് ഞാൻ കരുതിയാണ് അവിടെ ചെല്ലുന്നത്. അങ്ങനെയാണ് എൻട്രൻസ് എഴുതി ചെല്ലുന്നത്. അവിടെ ചെന്നപ്പോഴാണ് നമ്മൾ സിനിമ കണ്ടെത്തുന്നത്. പിന്നെ I wanted to be, once I got the taste of films, then I wanted to be a film. അല്ലാതെ കൊല്ലത്ത് നിന്നപ്പോഴോ ഇത് പഠിക്കുമ്പോഴോ സിനിമ ഒരു രീതിയിലും അട്രാക്ട് ചെയ്തിട്ടില്ല, അതിന് സൗണ്ട് കൊടുക്കണം എന്ന ഒരു രീതിയിലും? FTI എത്തി, അവിടെ ചെന്നതിന് ശേഷം എത്താനുള്ള കാരണം BSc ഫിസിക്സ് കഴിഞ്ഞു, MScക്ക് അഡ്മിഷൻ കിട്ടിയില്ല. അങ്ങനെ വെറുതെ നിൽക്കണമെന്ന് വിചാരിച്ച് ഞാൻ ലോയ്ക്ക് ജോയിൻ ചെയ്തു. അങ്ങനെ ലോ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ പഴയ സുഹൃത്തുക്കൾ, ഡിഗ്രിക്ക് പഠിച്ച സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അയാൾക്ക് നമ്മൾ പേപ്പർ നോക്കുക, എവിടെയാണോ ഓപ്പർച്യൂണിറ്റി ഉള്ള അവിടെ എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു കോഴ്സ് വന്നിട്ടുണ്ട്, സൗണ്ട് റെക്കോർഡിംഗ് ആൻഡ് സൗണ്ട് എഞ്ചിനീയറിംഗ് എന്ന കോഴ്സിൻ്റെ പേര്. BSc ഫിസിക്സ് ആണ് ബേസിക് ക്വാളിഫിക്കേഷൻ, നമുക്ക് എഴുതാമല്ലോ എന്ന് വരും. അപ്പോൾ എഞ്ചിനീയറിങ്ങിന് പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ 5 പേര് ചേർന്ന് പോയി അപ്ലൈ ചെയ്തു, ടെസ്റ്റ് എഴുതി. അതിൽ എനിക്ക് മാത്രം സെലക്ഷൻ കിട്ടി. അങ്ങനെ ഞാൻ പൂനെയിലെത്തുന്നു. പൂനെയിലെത്തി ആ ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് അഡ്മിഷൻ കിട്ടിയില്ല, തോറ്റു. ആ തോൽവി തലക്കിട്ടൊരടി ആണല്ലോ കിട്ടുള്ളൂ. അങ്ങനെ കിട്ടിയൊരു അടിയാണ് എൻ്റെ ആദ്യത്തെ തോൽവി. അവിടെ നിന്നാണ് ഞാൻ സിനിമ ആക്കി. എനിക്ക് സിനിമ ആണ് പഠിക്കേണ്ടത്, സൗണ്ട് ചെയ്യുക, സൗണ്ട് എടുക്കുക. അങ്ങനെ ഞാനാണ് പിന്നെ ഈ ഒരു അതുവരെ സയൻസ് സ്റ്റുഡൻ്റ് ആയിരുന്ന ഞാൻ ഒരു ആർട്ട് സ്റ്റുഡൻ്റായിട്ട് മാറുകയാണ്. 1 വർഷം ട്രിവാൻഡ്രത്ത് നിന്ന് പോകാത്ത സിനിമ സംഭവങ്ങളില്ല, പോകാത്ത കവിയരങ്ങളില്ല, പോകാത്ത പെർഫോമൻസ് ഇല്ല. രാവിലെ ഒരു 3 ന്യൂസ് പേപ്പർ എടുത്തിട്ട് ഇന്നത്തെ പരിപാടികൾ എല്ലാം മാർക്ക് ചെയ്ത് നമുക്ക് ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ്. അങ്ങനെ 1 വർഷം പഠിച്ചിട്ടാണ് ഞാൻ ഒരു ആർട്ട് സ്റ്റുഡൻ്റായിട്ട് മാറിയത്.
അപ്പോൾ ഫിസിക്സ് എടുത്തില്ലായിരുന്നെങ്കിലും ഇവിടം വരെ എത്തില്ലായിരുന്നു. എത്തില്ലായിരുന്നു.